ഈ വിഷയത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസിനോട് കൃത്യമായി സമഗ്രമായ അന്വേഷണം നടത്താനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു ജഡ്ജിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അതേറെ സ്വാഗതാർഹമാണ്. ഇവിടെ വളരെ പ്രകടമാണ് നമുക്ക് പരാതി ഉന്നയിച്ചയാളിൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് പീഡനം കണ്ടെടുക്കുന്ന സാഹചര്യം വന്നപ്പോൾ ആ സംഭവവുമായി ബന്ധപ്പെട്ട് നല്ല ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ ആദ്യം തന്നെ സൂചിപ്പിച്ചത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടാണ് അന്വേഷണത്തിൽ നിന്ന് ആദ്യമായി വെളിയിൽ വന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. 1999 മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. സമഗ്രമായൊരു അന്വേഷണം അത്തരത്തിൽ നടക്കുന്നത് ഏറ്റവും സ്വാഗതാർഹമാണ്. ആ വിഷയത്തെ സംബന്ധിച്ചോളം ഒരു ചാനലിൽ വാർത്ത വന്നപ്പോഴാണ് വാസുദേവൻ പോറ്റിയുടെ കയ്യിലിരുന്ന ഈ പീഠം തിരിച്ച് വീണ്ടും ഉണ്ണികൃഷ്ണനെ ഏൽപ്പിക്കുന്നതും ഉണ്ണികൃഷ്ണൻ സഹോദരിയുടെ വീട്ടിലേക്ക് പീഠം എത്തിക്കുന്ന സാഹചര്യം എല്ലാം സംജാതമായിരുന്നു. ഇതിനോടകം തന്നെ വിജിലൻസിൻ്റെ വെളിപ്പെടുത്തലുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ ആസൂത്രിതമായ നീക്കം. ആഗോള അയ്യപ്പ സംഘം നടക്കാൻ കേവലം 5 ദിവസം ബാക്കി നിൽക്കുകയാണ് ആദ്യമായി ഒരു വാർത്ത ഇങ്ങനെ പുറത്ത് ഒരു ചാനലിൽ കൂടി വന്നത്. അത് കണ്ടപ്പോൾ തന്നെയാണ് അതിൽ സൂക്ഷിച്ചിരുന്ന വാസുദേവൻ പോറ്റിയുടെ ഭാഗത്തുനിന്ന് പെട്ടെന്ന് പേടിയുണ്ടായി. ഇത് തൻ്റെ കയ്യിൽ നിന്ന് മാറ്റണമെന്ന ബോധത്തിലേക്ക് എത്തി. അത് സംസാരിക്കുന്നതും മറ്റു കാര്യങ്ങളെല്ലാം വിജിലൻസ് കൃത്യമായി പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതലായി ഇത് അന്വേഷിക്കുമ്പോൾ 40 ദിവസക്കാലത്തോളം ഇത് വെളിയിൽ കൊണ്ടുപോയി ചെന്നൈയിൽ കൃത്യമായി സ്വർണം പൂശാന രൂപത്തിൽ കൊണ്ടുപോയി താമസിപ്പിച്ചതും അതിൻ്റെ പിന്നിൽ പതിയിരുന്ന ആസൂത്രിതമായ ദുരുദ്ദേശത്തോടുകൂടി നീക്കവും ഇതെല്ലാം വളരെ സമർത്ഥമായി കൈകാര്യം ചെയ്തിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നുള്ള ഗൂഢനീക്കങ്ങളുമെല്ലാം വെളിയിൽ വരാൻ ഏറെ സഹായകരമാണ് ഈ അന്വേഷണം. അക്കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയിട്ട ആ ഉത്തരവ് ഒരു ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ തന്നെ വിജിലൻസാണ്, ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് തന്നെയാണ് അത് അന്വേഷിക്കുക. അത് കൃത്യമായി കാര്യങ്ങളെല്ലാം വെളിയിൽ വരും. അത് ജനങ്ങൾക്കറിയാൻ അവകാശപ്പെട്ടതും ഒപ്പം ഇത് ബോധ്യപ്പെടുത്താൻ ബാധ്യതപ്പെട്ടതുമായ എല്ലാ ഉള്ളടക്കങ്ങളും വെളിയിൽ വരട്ടെ. അത് കൃത്യമായി അന്വേഷിക്കണമെന്ന് തന്നെയാണ് ഗവൺമെൻറ് നിലപാട്. അത് കൃത്യമായി കോടതി അറിയിക്കുകയും ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റി പല ശബരിമലയുമായി ബന്ധപ്പെട്ട പരിപാടികൾ ഇപ്പോൾ കുറച്ച് പഴയ ചിത്രങ്ങളൊക്കെ സമയത്തോട്ട് ബന്ധപ്പെട്ടത് ശബരിമല ഒരു സാന്നിധ്യമായിരുന്നു. അതെ, അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശബരിമലയിലെ സാന്നിധ്യവും ഇടപെടലുമെല്ലാം ദുരൂഹമാണ്. അയാൾ പല രൂപത്തിൽ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും വരുന്ന, സംസ്ഥാനത്തിന് വെളിയിൽ നിന്നും വരുന്ന ഭക്തന്മാരെ പല രൂപത്തിൽ ചൂഷണം ചെയ്തിരുന്നു എന്നാണ് ചില സൂചനകൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുള്ളത്. അതെല്ലാം സമഗ്രമായി പരിശോധിക്കുമ്പോൾ അതെല്ലാം വെളിയിൽ വരും. എല്ലാം വെളിയിൽ വരണം. യഥാർത്ഥത്തിൽ അയാൾ സ്പോൺസറായി രംഗത്ത് വരുമ്പോഴും അയാളുടെ തന്നെയല്ല പണം, മറിച്ച് മറ്റു പലരിൽ നിന്ന് സമാഹരിച്ചതാണ് എന്ന സംശയം പോലീസിനുണ്ടായി. പോലീസ് അത് സംബന്ധിച്ച് അന്വേഷണം സമഗ്രമായി നടത്തുകയാണ് വിജിലൻസ്. അപ്പം അതുകൊണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ സൂചിപ്പിച്ച പോലെ എല്ലാം വെളിയിൽ വരണം. എല്ലാ കാര്യങ്ങളിലും തെറ്റായ രൂപത്തിലുള്ള ഇടപെടൽ ഇയാൾ നടത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ വെളിയിൽ ഓരോ സൂചനകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടക്കട്ടെ. റിപ്പോർട്ട് വെളിയിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് എല്ലാം മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് കോടതിയുടെ ഇടപെടൽ വളരെ സഹായകരമാണ്. ആ തീരുമാനത്തെ പൊതുവിൽ സ്വാഗതം ചെയ്യും. ഇതിനകത്ത് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വലിയ രീതിയിൽ വീഴ്ചയില്ല. കാരണം ഇതൊക്കെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട് ഇത് ഓരോന്നും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാൻ. പക്ഷെ അവരെന്തുകൊണ്ട് ഇത് ചെയ്യാതിരുന്നു? അല്ലെ, അതിൽ ആ കാര്യത്തെ സംബന്ധിച്ച് പരിശോധിക്കേണ്ട എല്ലാം പരിശോധിക്കാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാർ ബോർഡിൻ്റെ തീരുമാനങ്ങളെല്ലാം പ്രോപ്പറാണ്. അത് പോലീസ് പരിശോധിച്ച് കോടതി ബോധ്യപ്പെടുകയും ചെയ്യും. അതിനുശേഷം ഉദ്യോഗസ്ഥന്മാരാണ് ഇത് കൊടുത്തയക്കുന്നതും അതിന് സാധാരണ ഇതിൽ ഇപ്പോഴത്തെ ബോർഡ് കൊടുത്തതെല്ലാം വളരെ ക്രമപ്രകാരമാണെന്ന് കോടതി വിലയിരുത്തി. അതുകൊണ്ട് ഇപ്പോഴത്തെ ബോർഡ് ഇത് കൊടുത്തു വയ്ക്കുന്ന സന്ദർഭത്തിൽ വീഡിയോ പൂർണ്ണമായി അവർ ചിത്രീകരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മേൽശാന്തി, തന്ത്രികൾ, അവിടുത്തെ വിജിലൻസ് ഓഫീസർ, പോലീസ് ഓഫീസർ, സെക്യൂരിറ്റി ഓഫീസർ, ബോർഡംഗങ്ങൾ ഇവരെല്ലാം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടും അളന്ന് തൂക്കം ചിട്ടപ്പെടുത്തിയിട്ടാണ് ഈ പ്രാവശ്യത്തെ കാര്യങ്ങൾ ചെയ്തത്. അതെല്ലാം കൃത്യമായിരുന്നു. അതുപോലെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. ബോർഡ് എടുത്ത തീരുമാനങ്ങളെല്ലാം മുമ്പത്തെയും പരിശോധിക്കുമ്പോൾ കൃത്യമാണെന്നുള്ള കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയത്ത് ഉദ്യോഗസ്ഥന്മാർ ഇത് കൈകാര്യം ചെയ്തതിൽ എന്തെങ്കിലും പിഴവുണ്ടോ, ഉണ്ടായിട്ടുണ്ടോ ആ കാര്യവും കൃത്യമായി വിജിലൻസ് അന്വേഷിച്ച് അതും പുറത്തു വരും വരണമെന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. ശബരിമലയിലെ ചില മാനുവലടക്കം പറഞ്ഞ് ചില മാനുവൽ ഇതുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട്. അതിനനുസരിച്ചാണ് പ്രവർത്തനം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് പുറത്തേക്ക് കൊണ്ടുപോയത് ഒരു മാനുവൽ വിരുദ്ധമായി തന്നെ അല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള പരിശോധിക്കണം തന്നെയാണ് നമ്മുടെ അഭിപ്രായം. കാര്യത്തിലൊന്നും തർക്കമില്ല. കോടതി പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കുന്നു. അതുകൊണ്ടല്ലേ സമഗ്ര അന്വേഷണമാണ് ഒരു ജഡ്ജിൻ്റെ നേതൃത്വത്തിൽ തന്നെ
വിജിലൻസ് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിട്ടത് അതുകൊണ്ട് തന്നെയാണ്. അതെല്ലാം ആരെങ്കിലും ഇതിനകത്ത് വേറെ ഉദ്യോഗസ്ഥന്മാർ ഭാഗവാക്കായിട്ടുണ്ടോ, ഏതെങ്കിലും ഇതിനകത്ത് പരസ്പര ബന്ധമുണ്ടോ, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം വെളിയിൽ വരണമെന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ സമഗ്രമായ അന്വേഷണം നടത്തി അത് വെളിയിൽ വരട്ടെ. അയ്യപ്പ സംഗമത്തിന് മുന്നോടിയായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ആ സംശയം നേരത്തെ പറഞ്ഞിരുന്നു. കാരണം ആഗോള അയ്യപ്പ സംഗമം നടക്കാൻ കേവലം 5 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഇത് മറച്ചുവെച്ച് കൈകാര്യം ചെയ്ത് കയ്യിൽ കരുതിയിരുന്ന കക്ഷി തന്നെയാണ് പരാതി ഉന്നയിക്കുന്നത്. അതാണ് അതിൻ്റെ രസം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനെതിരായി നീങ്ങിയവരുടെ കൂട്ടത്തിൽ അയാളുടെ കൂടിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ നീക്കിയതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവർ തെറ്റ് പറയാനില്ല. അതുകൊണ്ട് എന്താണ് അതിൻ്റെ പിന്നിലെ ഗൂഢാലും മറ്റു കാര്യങ്ങളെല്ലാം അന്വേഷണത്തിൽ കൂടി പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. അത് ഏതാണെന്നുള്ള കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല. ഗൂഢാലോചന നടന്നിട്ടുള്ള കാര്യം ഉറപ്പാണ്. അല്പസമയം മുമ്പ് ഈ പത്മകുമാർ മാധ്യമങ്ങൾ കണ്ട സമയത്ത് പറഞ്ഞത് ഈ ആനന്ദം ഇത്തരത്തിൽ ഈ വിദേശയാത്ര ഉൾപ്പെടെ നടത്തിയിട്ടുണ്ടായിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന സമയത്ത് ഇത്തരത്തിൽ മാനുവൽ നോക്കിയാണ് അത്തരത്തിൽ പരിഷ്കാരം നടത്തിയത്. വിദേശയാത്ര ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായി നടത്തിയിട്ടുണ്ടായിരുന്നൊക്കെയാണ് പറയുന്നത്. അതായത് മാനുവൽ നോക്കിയിട്ട് തന്നെയാണോ ശബരിമല മുൻപ് എല്ലാ കാര്യങ്ങളും നടന്നിരുന്നത് എന്നൊരു ചോദ്യമാണ്. അനന്തഗോപനും പത്മകുമാർ നേരിട്ട് നിൽക്കുകയാണ് നേർക്ക്. അത് അവർ തമ്മിലുള്ള പ്രശ്നമായി. അതെന്താന്ന് ഞാൻ കണ്ടില്ല. അറിയാതെ കാര്യം പറയാം. വിജയം വലിയ സ്വർണം പൂശിയ സമയത്ത് ഗാനഗോപാല ശില്പങ്ങളിലേക്ക് അഭിപ്രായം ചെയ്തിരുന്നു. അല്ലെങ്കിൽ 2010 മുമ്പുള്ള ഒരു സ്റ്റാറ്റസ് പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് അങ്ങനെയെങ്കിൽ ആ സമയത്ത് അല്ല, ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്ന 1999 മുതലുള്ള പരിശോധിക്കാനാണ്. അപ്പോൾ പിന്നെ ഇതെല്ലാം വെളിയിൽ വരും. നിങ്ങൾ ഈ സൂചിപ്പിച്ച ഉൾപ്പെടെ നമ്മൾ 2019 മുമ്പ് മാത്രമല്ല 1999 മുതലുള്ള ഓരോ രേഖകളും പരിശോധിച്ച് എന്തെല്ലാം വന്നിരുന്നു, എന്തൊക്കെയായിരുന്നു അവിടെ ആസ്തി, അതിൻ്റെ രേഖകളെവിടെ, അതെല്ലാം അളന്ന് തിട്ടപ്പെടുത്താനൂടെ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിൻ്റെ അന്വേഷണത്തിന് പരിധിയിൽ വരും. നമുക്ക് വരട്ടെ. എത്ര കാലം കൊണ്ടൊരു പരിപൂർണമായി പരിശോധിക്കപ്പെടുന്നത് കോടതി കൃത്യമായി പിന്നെ ആസ് ഏർലി ആസ് പോസിബിൾ എന്ന രൂപത്തിൽ തന്നെ എത്രത്തോളം നേരത്തെ നടക്കണം എന്ന രൂപത്തിൽ തന്നെയാണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചത് 30-ാം തീയതിക്ക് ആദ്യത്തെ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു. ആ സമയത്തിന് തന്നെ കോടതി കൊടുത്തിരുന്നു വിജിലൻസ്. രണ്ടാമത്തേത് ആ രൂപത്തിൽ തന്നെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സമയബന്ധിതമായി തന്നെ അന്വേഷണം നടന്ന് റിപ്പോർട്ടെല്ലാം വരും. സംശയമൊന്നും വേണ്ട. ഒരു കാര്യം, ഈ NSSന്റെ പുതിയ നിലപാട്, സർക്കാർ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ നിലപാട് കോൺഗ്രസ് വലിയ കലഹം ഉണ്ടാകുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കൾക്കിടയിലൊക്കെ പല സമയത്ത് ആശയക്കുഴപ്പമുണ്ട്. ചർച്ചകളൊക്കെ അവർ വലിയ മാരത്തോൺ ചർച്ചകളൊക്കെ നടക്കുകയാണ്. ഒറ്റ കാര്യം, നമ്മൾ സർക്കാരും ദിവസമോ എന്തെങ്കിലും ഉറപ്പ് NSSന് കൊടുത്തിട്ടുണ്ടോ ഈ വിശ്വാസ സംരക്ഷണമാണ്? ഈ കാര്യത്തെ സംബന്ധിച്ചോളം ഞങ്ങൾ പറയേണ്ട കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞിരുന്നു. ശബരിമല ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോൾ 3 അജണ്ട വെച്ചാണ് നടന്നത്. ഒന്ന്, ഈ കാര്യത്തിൽ ശബരിമലയുടെ മാസ്റ്റർ പ്ലാനും അതിൻ്റെ സമഗ്ര വികസനവും. ആ ഭാവി അടിസ്ഥാന വികസനം നടക്കുമ്പോൾ പാരിസ്ഥിതിക പ്രശ്നം സംരക്ഷിച്ചും അടിസ്ഥാന വികസനം ഉറപ്പാക്കിയും അതോടൊപ്പം തന്നെ ശബരിമലയുടെ വികസനവും. രണ്ടാമത്തേത്, പിൽഗ്രിം ടൂറിസ്റ്റ് സെൻ്ററാക്കി മാറ്റുമ്പോൾ ഒരാഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അത് സംബന്ധിച്ച രണ്ടാമത്തെ അജണ്ട. മൂന്നാമത്തെ, ക്രൗഡ് മാനേജ്മെൻറ്റ്. ഈ 3 കാര്യങ്ങളെ കേന്ദ്രീകരിച്ചുള്ള കാര്യം മാത്രമാണ് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അത് തന്നെ എല്ലാവരുമായി സംസാരിച്ചിരുന്നു. അതിനുള്ള പിന്തുണ എല്ലാ അർത്ഥത്തിലും എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടായി. കോൺഗ്രസ്സിൽ ഇപ്പോൾ കലാപം ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിചാരിച്ചുകൊണ്ട് മാത്രമല്ല, കോൺഗ്രസ്സിലെ കലാപം അവരുടെ കയ്യിലിരിപ്പുണ്ട്. കാരണം അതിലിപ്പോൾ ആര് പ്രതിപക്ഷ നേതാവാകണം എന്നുള്ള തർക്കം എത്ര നാളായി തുടങ്ങിയിട്ട്, അതിലാര് ഭാവി കാര്യങ്ങളിൽ മുന്നോട്ട് പോകണം, നേതൃത്വം തമ്മിലുള്ള കലഹവും അതോടൊപ്പം തന്നെ അതിനുള്ളിലുള്ള ജീർണാവസ്ഥയെല്ലാം നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനുള്ളിലെ അസംതൃപ്തി, ഇങ്ങനെ അവർ തന്നെ സ്വയം വരുത്തി വെച്ച കാര്യങ്ങളും, അതിലിപ്പോൾ ആത്മഹത്യകൾ കോൺഗ്രസ്സിൽ പെരുകി വരികയല്ലേ. ഒരു മരണങ്ങളുടെ വ്യാപാരി എന്ന രൂപത്തിലേക്കാണ് ചില ഓഫീസുകളൊക്കെ മാറിത്തീരുന്നത്. ഇപ്പോൾ ഇന്നലെ അവിടെ മീഡിയ സെല്ലിൻ്റെ ആൾ ആത്മഹത്യ ചെയ്തതായിട്ട് ഇന്ന് വാർത്ത കണ്ടു. വയനാട്ടിൽ എത്ര പേരായിരുന്നു ആത്മഹത്യ ചെയ്തു? ഒരു ട്രഷറായിരുന്ന ആൾ വിജയൻ ആത്മഹത്യ ചെയ്തു, മകൻ ആത്മഹത്യ ചെയ്തു, മറ്റൊരു കോൺഗ്രസ് മണ്ഡല പ്രസിഡന്റ് ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ തുടർച്ചയായിട്ട് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ഇടപെടലുകൾ അത് ദുരൂഹമാണ് എന്നാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവനും പറയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നത് ദുരൂഹത നീങ്ങേണ്ടതുണ്ട്. പൊതുജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അത് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിലൂടെ അത് പുറത്തുവരുമെന്നാണ് കരുതുന്നത് എന്നാണ് മന്ത്രി വി എൻ വാസവന്റെ പ്രതികരണം.